നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ചിറാപുഞ്ചിയിലാണ്, അതായത് നേര്യമംഗലം. ഈ കാണുന്നത്, എൻ്റെ പുറകെ കാണുന്നത് നേര്യമംഗലം പാലമാണ്. ഇത് 1935 തിരുവിതാംകൂർ രാജാവ് പണിത് കൊടുത്തതാണ്. ഇത് ആക്ച്വലി ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ടു ദ ഹൈ റേഞ്ച് എന്നാണ് പറയുന്നത്. അതായത് ഇവിടം തൊട്ടാണ് വെസ്റ്റേൺ കട്ട്സ് തുടങ്ങുന്നത്. ഈ മൂന്നാറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഇവിടം തൊട്ട് വലിയൊരു മല ആരംഭിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ഇവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ഇപ്പോഴും നല്ല മഴയുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മൂന്നാറിൽ പോയി നോക്കാം. നമ്മൾ നേര്യമംഗലം പാലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കിടക്കുന്ന വണ്ടിയൊക്കെ ഇവിടെ നല്ല മഴ കാരണം വെള്ളം ഉണ്ടായിരുന്നു റോഡിൽ. ആ വെള്ളത്തിൽ കയറിയിട്ട് നിന്നുപോയ വണ്ടികളാണ് പലതും. ഇതാണ് നേര്യമംഗലം പാലം. ഏതാണ്ട് നമ്മുടെ ആലുവാപ്പുഴ പാലത്തിൻ്റെ അതേപോലെ ആർക്ക് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഈ നേരെ മുമ്പിൽ കാണുന്ന വണ്ടികളും ഒരു വണ്ടി നിന്ന് പോയിട്ടുണ്ട്. അതിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരിറങ്ങി നിൽക്കുന്നതായി കാണുന്നത്. അവരുടെ ഒമ്നി വാൻ നിന്നുപോയി. അപ്പോൾ ഇങ്ങനെ പല വണ്ടികളും പോയിന്ന് കഴിക്കുന്നു. കാരണം അത്ര നല്ല മഴയാണ്. ഇപ്പോൾ റോഡ് മുഴുവനും വെള്ളവുമാണ്. നമ്മൾ ഈ ക്യാമറയായിട്ട് പോകുമ്പോൾ ഒരു കൈവശം കാണിക്കുകയാണ്. ചുറ്റും അടിയിലേക്ക് കാണാം. പുഴയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കലങ്ങി മറിഞ്ഞൊഴുകുന്നുണ്ട്. മുകളിലൊക്കെ നല്ല മഞ്ഞൊക്കെ മൂടിയിരിക്കുന്ന കാലാവസ്ഥ. നമ്മൾ ശരിക്കും ഇവിടെ തൊട്ടാണ് ശരിക്കും മലയിലേക്ക് പ്രവേശിക്കുന്നത്, മൂന്നാർ മലയിലേക്ക്. ഈ വഴി കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കണം. കുറച്ച് മുമ്പിലായിട്ട് ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നെന്നാണ് പറഞ്ഞത്. ഒരു ട്രാൻസ്പോർട്ട് വണ്ടി ഒരു ബൈക്കുകാരനായിട്ട് മുട്ടി. കാരണം എല്ലാം വണ്ടിയൊക്കെ തെന്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടിമാലി പഞ്ചായത്തിലേക്ക് ഇവിടെ നിന്നിട്ട് ആരംഭിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു വെള്ളച്ചാട്ടമാണിത്. ഇങ്ങനെ പല പല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോകുന്ന വഴിക്കുണ്ട്. ഇതിന് പേരൊന്നുമില്ല, പക്ഷെ ഇത് നല്ല മനോഹരമായ ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. ഇന്നെന്തോ നല്ല കാലാവസ്ഥ എന്ന് വെച്ചാൽ മഴയുണ്ട്, എന്നാൽ അത്ര മഴയില്ല എന്നൊരു രീതിയിലായിരുന്നു. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് വേറെ 2 വെള്ളച്ചാട്ടമുണ്ട്. അത് പേരുകേട്ട വെള്ളച്ചാട്ടമാണ്. ഒന്ന് ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇത് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമാണ്. ഇതൊരു 7 നില കുത്തുണ്ടെന്ന് പറഞ്ഞു. മുകളിൽ നിന്ന് 7 നിലയായിട്ടാണ് ഈ വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ഓൺ ദ വേ ടു ദ മൂന്നാർ എന്ന് പറയാം. ഇപ്പോൾ ധാരാളം വിദേശികളൊക്കെ ഇത് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അധികം പേരും വിദേശികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആളുകൾ അധികം ഇല്ല ഇപ്പോൾ ഇന്ന്. ഇതിൻ്റെ ചാറ്റിന് നല്ല രസമുണ്ട്. അവിടെ എത്തുമ്പോൾ നല്ല ഒരു കുളിച്ചൊരു പ്രതീതി തന്നെ കിട്ടും. ഇതൊക്കെ നമ്മൾ വീഡിയോ കാണുന്നതിനല്ല, പോയി കാണുക തന്നെ ചെയ്യേണ്ട ഒരു കുറേ സ്ഥലങ്ങളിൽ പെടും ഈ പോകുന്ന വഴിയൊക്കെ. മൂന്നാർ ഒരു അനുഭവമാണ്. ഈ കാഴ്ചയിലൂടെ നമുക്കൊരു അനുഭവം കാണിക്കാനേ പറ്റുള്ളൂ. അനുഭവം അവിടെ പോയി തന്നെ അറിയേണ്ടി വരും. അവിടെ ഉള്ള കുറേ അന്തേവാസികൾ ആ സമയത്ത് എൻ്റെ കാറിനൊക്കെ അടുത്തെത്തി. ധാരാളം കുരങ്ങുകൾ ഇങ്ങനെ വഴിക്ക് കാണാം. അപൂർവം ജീവികളൊക്കെ വേറെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് അത് കഴിഞ്ഞിട്ടുള്ള വാളറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമാണ്. ഇത് അത് കഴിഞ്ഞ് കുറച്ച് നേരം പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന വെള്ളച്ചാട്ടമാണ്. നന്നായിട്ട് കുത്തി ഒഴുകുന്നുണ്ട് വെള്ളം. കലങ്ങി മറിഞ്ഞ് മണ്ണോട് കൂടിയാണ് ഇപ്പോൾ വെള്ളം തന്നെ. കാരണം പല സ്ഥലത്തും ഉരുള് പൊട്ടുന്നുണ്ട് ഈ സമയത്ത്. ഈ ഒരു കൊല്ലം ധാരാളം ഉരുൾപൊട്ടൽ മൂന്നാറുണ്ടായി എന്നാണ് കേട്ടത്. റോഡ് പല സ്ഥലത്തും ബ്ലോക്കാണ്. ഇത് നമ്മൾ അടിമാലി എത്തി. അടിമാലിയിൽ നിന്ന് ടൗണിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഈ കാണുന്നത്. ഇത് അടിമാലി ടൗണിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണിത്. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കുറേ വീടുകൾ ഇങ്ങനെ കാണാം. അതായത് ഒറ്റക്കാൽ 1-2 കാലിൽ അടിയിൽ നിന്ന് കൊടുത്തിട്ട് റോഡിന് കറക്റ്റ് ലെവലാക്കിയിട്ട് വീട് പണിയുന്ന അതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണത്. ഇത് പോകുന്ന വഴിക്ക് പണ്ട് പോലെ കാണുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു വീടാണിത്. ഇതും ഈ പറഞ്ഞ പോലെ അടിയിൽ നിന്ന് പൊക്കിയെടുത്ത് 2-3 നില അടിയിലേക്കുണ്ട്. പക്ഷെ മുന്നോട്ട് ഇങ്ങനെ കാണണം. ഇത് ചൈനീസ് ആർക്കിടെക്ചറിൽ പണിതൊരു വീടാണ്. നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് പണിതൊരു വീടാണത്. ഈ കാണുന്നത് കരടിപ്പാറ എന്നുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു വലിയൊരു കൊക്കയാണ് സൈഡിലേക്ക്. ഇവിടെ പണ്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ് നിറയെ ആളുകളായിട്ട് നേരെ വന്ന് ഉള്ളിലേക്ക് പോകുന്ന കേട്ടെ. അങ്ങനെ കുറേ ആളുകൾ മരിച്ചു. അതുമാത്രമല്ല വേറെ പലരും ഇതുപോലെ തൊട്ടുമുമ്പിൽ വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് ഇവിടെ ഒരു ഷാർപ്പ് കർവാണ്. ആ കർവ് കാണുമ്പോൾ നേരെ ഇറങ്ങും അങ്ങോട്ടേക്ക്. ഇത് മൂന്നാറിൻ്റെ ഒരു സാറ്റലൈറ്റ് വ്യൂ ആണ്. മൂന്നാർ എന്ന് പറഞ്ഞാൽ ഒരു 1600 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള സ്ഥലമാണ്. ഒരു 6 ഡിഗ്രി ടു 26 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ പൊതുവെയുള്ള കാലാവസ്ഥ. ഇത്
പണ്ട് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച സ്ഥലമാണ്. ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ ഒതുക്കാൻ വേണ്ടി ഈ വഴിക്ക് ട്രൈ ചെയ്തായിരുന്നു. അതിന് മുന്നേ ടിപ്പു സുൽത്താനെ വേറെ വഴിക്ക് ഒതുക്കിയ കാരണം അവർക്ക് ഈ വഴി ഉപയോഗിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഇവിടെ തേയില കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ തമിഴന്മാരെയും മലയാളിയും കൂട്ടി തേയില കൃഷി തുടങ്ങി. 50 ഏക്കറിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല എസ്റ്റേറ്റുകളായി. പിന്നെ അവർ അതിന് വേണ്ടിയിട്ട് മോണോ റെയിൽ സ്ഥാപിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് മൂന്നാറിലേക്ക് മോണോ റെയിൽ കേരളത്തിലെ ആദ്യത്തെ മോണോ റെയിലാണ്. 1906 അത് റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റി. മൂന്നാറും പാലയാർ എന്ന സ്ഥലത്ത് 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു 1924 വെള്ളപ്പൊക്കത്തിൽ വലിയൊരു വെള്ളപ്പൊക്കം മൂന്നാറിൽ വന്നിരുന്നു. അതിലെല്ലാം പോയി. അതേ പിന്നെയാണ് തേയില കൊണ്ടുവരാൻ വേണ്ടി റോഡ് വെട്ടി തുടങ്ങിയത്. അന്ന് റോഡ് വെട്ടിയപ്പോൾ കാളകളെ ആവശ്യം വന്നു. ഈ കാളകളെ ഒരു 500 കാളേനെ ഫോറിനിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് പരിപാലിക്കാൻ വേണ്ടി ഒരു വെറ്റിനറി ഡോക്ടറും 2 സഹായികളും എത്തി. അങ്ങനെയാണ് ഇവർ മാട്ടുപ്പെട്ടിയിൽ ഒരു ഫാം തുടങ്ങി. അത് പയ്യെ ഇൻഡോസിസ് ഫാമായിട്ട് വികസിച്ചു. കുറച്ചപ്പുറത്ത് മാറിയിട്ട് അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ സുനന്ദിനി എന്ന ഒരു പുതിയൊരു തരം സങ്കരയിനം ബീജം ഉണ്ടാക്കി. കേരളത്തിലെ ധവള വിപ്ലവത്തിൻ്റെ തുടക്കം തന്നെ മാട്ടുപ്പെട്ടി എന്നാണ്. മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞാൽ മാടുകളുടെ ഗ്രാമം എന്നൊരു അർത്ഥത്തോടെ ഉണ്ട് ഇതിന്. മൂന്നാറിൻ്റെ അർത്ഥത്തിന് 3 ആറ് കൂടിയ സ്ഥലം ഉണ്ട്. നല്ല തണ്ണി, മുതിരപ്പുഴ, കുണ്ടല, ഈ 3 പേർ കൂടിയ സ്ഥലമാണ് മൂന്നാർ. ഇത് പോകുന്ന വഴിക്ക് ഓക്ക് മരങ്ങളും തേയിലയൊക്കെയുള്ള, ഇത് പള്ളിവാസൽ എന്നൊരു എസ്റ്റേറ്റാണ്. അവിടെ ഞാൻ ഇത്രയും ഭംഗി കണ്ടപ്പോൾ നിർത്തിയെടുത്താണ് ഇതെല്ലാം. പള്ളിവാസലിലാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഉണ്ടായത്. സർസിബിയുടെ ഭരണകാലത്ത് ട്രാവൻകൂർ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ ഉണ്ടാക്കിയാണ്. ഇതിന് മുകളിൽ പെൻ സ്ട്രോക്ക് പൈപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളിവിടെ ചെല്ലുമ്പോൾ ഓർക്കില്ല, കാരണം ഈ സ്ഥലം അത്ര ബ്യൂട്ടിഫുള്ളാണ്. പള്ളിവാസലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ ചെറിയ മഴയുണ്ട്. ഇപ്പം നല്ല തേയിലയൊക്കെ കാണാം. നമ്മൾ ഇവിടെ ഒന്നും ഞാനിത് എഡിറ്റ് ചെയ്തിട്ടില്ല, കാരണം എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കാണുന്നതെല്ലാം ഭംഗി, കേൾക്കുന്നതെല്ലാം രസമുള്ള കാര്യങ്ങൾ, കാണുന്നതെല്ലാം ഭംഗി എന്നൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇനി ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയാണ് സീസൺ തുടങ്ങണമെങ്കിൽ 1 മാസം കഴിയും. എന്നാലും ഇപ്പോൾ പ്രത്യേക അനുഭൂതിയാണ്. നല്ല ക്ലൈമറ്റും. പക്ഷേ ഉരുൾപൊട്ടലുണ്ടെന്നുള്ള പേടി ഒഴിച്ചാൽ വേറെ ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല കോടമഞ്ഞ് മുകളിൽ നിന്നും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. മാട്ടുപ്പെട്ടിയിലേക്ക് പോയാൽ ഇതേപോലെ നിറയെ തേയില തോട്ടങ്ങൾ കാണാം. ഇതിൻ്റെ അടുത്ത് മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ആദ്യത്തെ കേരളത്തിലെ റബ്ബർ തൈ നട്ടത്. ഇത് മൂന്നാറിൻ്റെ ഉള്ളിലെത്തി നമ്മൾ. അവിടെ റോഡിലൊക്കെ കണ്ടില്ല, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇത് ഈ സൈഡ് റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാർ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഏപ്രിൽ മെയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും വരുമ്പോൾ ഇവിടെയാണ് ഭക്ഷണം കഴിക്കാറ്. ഇപ്പോൾ അത് നിറയെ വെള്ളമാണ്, കാരണം മൂന്നാറും കംപ്ലീറ്റ് വെള്ളം പൊങ്ങിക്കിടക്കുകയാണ്. വെള്ളം മാത്രമല്ല, ഈ ഒരു കൊല്ലത്തിൽ ഇവിടെ ലാൻഡ് സ്ലൈഡിങ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഭയങ്കരമായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, വഴിയെ കാണാം. കണ്ടോ, റോഡിൽ മുഴുവൻ വെള്ളം. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ വെള്ളമല്ല. ഇതിന് മുമ്പ് കോതമംഗലം തൊട്ട് തന്നെ ഇതിനേക്കാളും വെള്ളം, കാറ് മുഴുവൻ മുങ്ങിപ്പോകുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. 5-6 വണ്ടി സ്റ്റാർട്ടാവാണ്ട് വഴിക്ക് നിൽക്കണേം കണ്ടു. ഈ വെള്ളത്തിലിറങ്ങി ചിലർക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് ഞങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഗതാഗതം വിട്ട് കഴിഞ്ഞിട്ടേ ഞങ്ങളെ അങ്ങോട്ട് വിടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലെത്തി. ഇവിടെ തമിഴന്മാരുടെ കടകളാണ് അധികം. മലയാളീസും ഉണ്ട്, 2 പേരും ഉണ്ട്. എന്നാലും തമിഴന്മാരാണ് കുറച്ച് ഭൂരിപക്ഷത്തിൽ കൂടുതൽ. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ രാജമലയാണ്, ഇരവികുളം നാഷണൽ പാർക്ക്. അവിടെ ചെന്നാൽ വരയാടുകളെ കാണാം. ഇന്നിപ്പോൾ മഴ കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. വരയാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടനിൽ മാത്രം താമസിക്കുന്ന ഒരു പ്രത്യേക ആടാണ്. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല കരിപ്പട്ടി കിട്ടും, പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കിട്ടും. പിന്നെ ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല ആക്ച്വലി. നല്ല ഡ്രസ്സ് കിട്ടും, റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പലചരക്ക് സംഭവങ്ങളുണ്ട്. ഇന്ന് പൊതുവെ തിരക്ക് കുറച്ച് കുറവാണ്. നല്ല മഴ ആയ കാരണമാണ് തോന്നുന്നത്. സാധാരണ ഇതൊന്നുമല്ല, നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ എല്ലാ കൊല്ലം ഇവിടെ വരാറുള്ളതാണ്. പക്ഷേ ഈ കൊല്ലം വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് ഈ കാണുന്നത്. ഈ കൊല്ലം വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി കുറച്ചുകൂടി വൃത്തിയായ പോലെ തോന്നുന്നു മൂന്നാർ പണ്ടത്തെക്കാളുമൊക്കെ. ആളുകൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ കുറച്ചുകൂടി നീറ്റ്നെസ് വന്ന പോലെ എനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ. അത് മാർക്കറ്റ് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും.
ഈ വഴിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ടൗണിലേക്ക് തന്നെ, മൂന്നാറിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു SBI ഉണ്ട്. പഞ്ചായത്ത് ഓഫീസൊക്കെ റൈറ്റ് സൈഡിലാണ്. നേരെ പോയി കഴിഞ്ഞാൽ വേറൊരു പൂ വിൽക്കുന്ന ഒരു മാർക്കറ്റും ഉണ്ട്. പിന്നെ പഴങ്ങൾ വിൽക്കുന്ന ഒരു പ്രത്യേക ചെറിയൊരു മാർക്കറ്റും ഉണ്ട് അവിടെ. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. ഇതൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഒക്കെ ഉള്ള ഏരിയയാണ്. ഇതാ നേരെ കാണുന്ന ആ ഒരു സ്ഥലത്താണ് ഇന്ന് ആളുകൾ കുറയാറാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറാൻ പോലും പറ്റാത്ത അത്ര തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ഇതെല്ലാം. റൈറ്റ് സൈഡിൽ പോയി കാണാൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇനി വരുന്ന സ്ഥലങ്ങളിലെല്ലാം പലതരം പഴങ്ങളും കാണാമല്ലോ. ഇന്നും അധികം കച്ചവടം നടക്കുന്നില്ല, മഴ കാരണം. പക്ഷേ പണ്ടത്തേക്കാൾ കമ്പാരിറ്റീവ്ലി വളരെ നീറ്റായി മൂന്നാർ ഇപ്പോൾ. മൂന്നാറിൻ്റെ തനതായ ഭംഗി നമുക്കിപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് മാട്ടുപ്പെട്ടി റോഡിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജാണ്. അതായത് രാജമലയ്ക്ക് പോകുന്ന വഴിയിൽ നിന്ന് മാട്ടുപ്പെട്ടി റോഡിലേക്ക് ആളുകൾക്ക് നടന്നു പോകാൻ പാകത്തിനുള്ള ഒരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ബ്രിഡ്ജായിരിക്കാം. നമുക്ക് അടിയിൽ പുഴ കലങ്ങി മറിഞ്ഞൊഴുകുന്നത് കാണാൻ പറ്റും. ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നാൽ കുറേ നേരം നല്ല ശക്തിയായിട്ട് പെയ്തിട്ട് 2-3 മിനിറ്റേക്ക് നിൽക്കും, പിന്നെയും കൂടും. ഇതിപ്പോൾ കേരളം മുഴുവൻ ഈ മഴയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 10-15 വർഷം മുമ്പും ഇതുപോലെയൊക്കെ ആയിരുന്നു കടകൾ. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വാർത്ത അറിഞ്ഞു. എന്നാൽ മൂന്നാർ ആർട്സ് കോളേജിൻ്റെ അടുത്ത് ധാരാളം മണ്ണിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ പോകണം. ഇവിടെ തൊട്ടാണ് മണ്ണിടിഞ്ഞ് തുടങ്ങിയത്. നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള റോഡൊക്കെ ഈ മണ്ണിടിഞ്ഞ് ബ്ലോക്കാണ്. അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ ഗതാഗതം ഇല്ല. അവിടെയൊക്കെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗതാഗതം ഉള്ള സ്ഥലത്തേക്ക് തന്നെ പോയി കാണാം, കുറച്ച് വീഡിയോ എടുക്കാവുന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇതൊക്കെ രാത്രി പെട്ടെന്ന് ഇടിയായിരുന്നാണ് പറഞ്ഞത്. പയ്യല്ല, പെട്ടെന്നായിരിക്കും. ഉള്ളിൽ വെള്ളം നിറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് ഇടിഞ്ഞു പോവുക. അതിനെയാണ് ഉരുൾ പൊട്ടുക എന്ന് പറഞ്ഞത്. മണ്ണും കല്ലും വെള്ളവും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റോഡിലേക്ക് വീഴും. ഇത് ആർട്സ് കോളേജാണ് അങ്ങേറ്റത്ത് കാണുന്നത്. ആർട്സ് കോളേജിന് മുൻവശത്തുള്ള ഉരുൾ പൊട്ടിയ സ്ഥലങ്ങളാണ് ഈ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഇത് റോഡ് ബ്ലോക്ക് ആയതാണ്, പ്രശ്നങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇത് ഫ്ലവർ ഷോ നടക്കുന്ന ഒരു ഗാർഡൻ ഉണ്ട് അവിടെ. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതാണ് പൂട്ടിയിട്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു മഴവില്ലാണ് തിരിച്ചു പോരുന്ന വഴിക്ക്, മൂന്നാറിന് പോകുന്ന വഴിക്ക്. കുറച്ച് നേരം എനിക്ക് കിട്ടിയുള്ളൂ ഷൂട്ട് ചെയ്യാൻ. ഇപ്പം എൻ്റെ പുറകിൽ ഒരു മഴവില്ലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അപ്പോഴേക്കും അത് മാഞ്ഞു പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അടിമാലി എത്തുന്നതിന് മുമ്പ് ഒരു വലിയൊരു മല കണ്ടപ്പോൾ നിർത്തിയതാണ്. ഈ ഒരു സ്ഥലത്ത് അടിമാലി എത്താറായി. ഈ ഒരു മലയുടെ അടുത്തായിട്ടാണ് ഇപ്പോൾ അടിമാലി ഒരു ആധുനിക ശ്മശാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വൈദ്യുതി ശ്മശാനം തോന്നുന്നു. നിറയെ കാടാണ് അവിടെയൊക്കെ. അങ്ങേറ്റത്തൊരു അരുവിയൊക്കെ ഒഴുകണ കാണാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനേ തോന്നുന്നില്ല. അത് അത്ര രസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു മൂന്നാറും ഈ പരിസരങ്ങളിലെല്ലാം. എവിടെയും പച്ചപ്പും തണുത്ത കാലാവസ്ഥയും പിന്നെ നല്ല കാറ്റും, നല്ല രസമായിരുന്നു. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ നന്ദി. എൻ്റെ വീഡിയോ ഇനിയും കാണുന്നുള്ളവർക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കണിൽ അമർത്തിയാൽ ഉപകാരം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.